കോഴിക്കോട് കൂടരഞ്ഞി പുഷ്പഗിരി ലിറ്റിൽ ഫ്ലവർ പള്ളിയുടെ സെമിത്തേരി സഭാ നേതൃത്വം തന്നെ ഇടിച്ചു നിരത്തി. ചില വിശ്വാസികളുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് കല്ലറുകൾ പൊളിച്ചു കളഞ്ഞത്. പ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന പള്ളിയും കോൺവെന്റും സ്കൂളുകളും മുൻപ് സഭാ നേതൃത്വം സ്ഥലത്ത് നിന്ന് മാറ്റിയിരുന്നു. താമരശ്ശേരി രൂപതയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കരിങ്കൽ ഖനനം നടത്തുന്നതിന് വേണ്ടിയാണ് സെമിത്തേരി അടക്കം മാറ്റിയതെന്നാണ് വിവരം. 5-6 വർഷം മുമ്പ് വരെ പുഷ്പഗിരി മരഞ്ചോട്ടി റോഡിന് സൈഡിൽ താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിലുള്ള ലിറ്റിൽ ഫ്ലവർ പള്ളിയും കോൺവെന്റും ബാലഭവനും സ്കൂളും ഉണ്ടായിരുന്നു. പിന്നീട് ഓരോന്നോരോന്നായി പൊളിച്ചു നീക്കുകയും പ്രദേശത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. അവശേഷിച്ചിരുന്നത് സെമിത്തേരി മാത്രമായിരുന്നു. അതും കഴിഞ്ഞ ദിവസം ഇടിച്ചു നിരത്തി. ഇതിനെതിരെ ഞാൻ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്തു. ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഭൗതിക ശരീരം അപഹരിക്കപ്പെട്ടതിനെതിരെയും അത് വീണ്ടും ഞങ്ങൾക്ക് യഥാസ്ഥാനത്ത് അവിടെ കല്ലറയിൽ പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത്. എന്നാൽ സെമിത്തേരി പൊളിച്ചതിന് സഭ പറയുന്ന കാരണം വേറൊന്നാണ്. പുതിയ പള്ളി ഇങ്ങോട്ട് മാറ്റിയതിനോട് കൂടി ഞങ്ങൾക്ക് പഴയ കല്ലറയിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് വന്നു. അതായത് ഒരു ശവം ഇവിടെ കൊണ്ടുവന്ന് പള്ളിക്ക് കൊണ്ടുവന്ന് കയറ്റി പ്രാർത്ഥനയ്ക്ക് ശേഷം അങ്ങോട്ട് പോകാൻ ആളില്ലാത്തൊരവസ്ഥ. സെമിത്തേരി അടക്കം പൊളിച്ച സ്ഥലത്തിനോട് ചേർന്ന് സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മുമ്പ് കരിങ്കൽ ഖനനം നടന്നിരുന്നു. അത് പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പള്ളിയും കോൺവെന്റും ബാലഭവനും സ്കൂളും ഏറ്റവും അവസാനം ഞാനിപ്പോൾ നിൽക്കുന്ന ശവക്കല്ലറയും കുഴിതോണ്ടിയത് കരിങ്കൽ ഖനനത്തിനു വേണ്ടിയാണെന്ന് ഓർക്കണം. അതുമൊരു ക്രിസ്തീയ സഭ. ജയ്സൽ ബാബുവിനൊപ്പം റാഹീസ് റഷീദ്, മീഡിയ 1, കോഴിക്കോട്.